മണൽക്കാറ്റുകൾ മതിച്ചു വീശിയ മരുഭൂമിയിൽ മാനവികതയുടെ മന്ദമാരുതനായി, ഇരുളടഞ്ഞ ഹൃദയങ്ങളിൽ ഈമാനിന്റെ ഇളം പ്രഭയായി, വൈരത്തിന്റെ വടിത്താരകളിൽ വാത്സല്യത്തിന്റെ വസന്തമായി, വിദ്വേഷത്തിന്റെ വീതികളിൽ സ്നേഹത്തിന്റെ സുഗന്ധമായി, അനീതിയുടെ അന്ധകാര കാലത്ത് നീതിയുടെ നാദമായി, അജ്ഞതയുടെ ആഴക്കടലിൽ അറിവിന്റെ അരുണോദയമായി, അധർമ്മത്തിന്റെ അഗ്നിനാളങ്ങളിൽ ധർമ്മത്തിന്റെ ദീപശിഖയായി, തകർന്ന ഹൃദയങ്ങൾക്ക് തണലായി, തളർന്ന മനസ്സുകൾക്ക് തണുപ്പായി, തപ്ത ഹൃദയങ്ങൾക്ക് ആശ്വാസമായി, കാരുണ്യത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങി, മൈത്രിയുടെ മധുമണം പരത്തി സ്നേഹത്തിന്റെ സൗരഭ്യം വിതറി, സാഹോദര്യത്തിന്റെ സൗധങ്ങൾ പണിത് അനുഭൂതിദായകമായ ആ മനോഹര ഉദ്യാനത്തിലെ രാജമല്ലികപ്പൂവായി വിരിഞ്ഞ് സത്യത്തിന്റെ സുഗന്ധവും സ്നേഹത്തിന്റെ സൗരഭ്യവും കാരുണ്യത്തിന്റെ കുളിർമയും ലോകമാകെ പരത്തിയ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501-ാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് അരയൻകാവ് ഹിദായത്തുൽ ഇസ്ലാം ടൗൺ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നബിദിന ഘോഷയാത്ര ഇതാ ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. മദ്ഹുൻ നബിയുടെ മധുര മൊഴികളിൽ ലയിച്ച് മനസ്സിനെ തൊട്ടുണർത്തുന്ന മദ്ഹിന്റെ ഈണങ്ങളിൽ അലിഞ്ഞ് പ്രവാചക പ്രേമത്തിന്റെ പുണ്യ സന്ദേശവുമായി തക്ബീറിന്റെ താളമുയർത്തി, സ്വലാത്തിന്റെ സ്വരമുയർത്തി, സ്നേഹത്തിന്റെ സന്ദേശമുയർത്തി, മദ്രസയിലെ കുരുന്നുകളും അവരുടെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സ്നേഹസമ്പന്നരായ മഹല്ല് നിവാസികളും അണിനിരക്കുന്ന മീലാദ് ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് അരയൻകാവ് ഹിദായത്തുൽ ഇസ്ലാം ടൗൺ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയരെ, അനുഗ്രഹിക്കുക.